ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല. ചെയ്ത തെറ്റായി പോയി ക്ഷമിക്കണം സാറേ, പ്ലീസ്. അയ്യോ എടാ, നേരെ ഇരിടാ. നിന്നോടൊക്കെയല്ലേ പറഞ്ഞു, നേരെ സാർ അടിക്കണ്ടേ? നിന്റെയൊക്കെ ബോസ് ആരാടാ? ഏയ്, എന്റെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യല്ലേ. എന്റെ ടെമ്പററി അല്ല, അതൊരു തീയ. കാട്ടുതീ. ഒരുപാട് കളിക്കല്ലേ, ചാമ്പലായിപ്പം പറയണം. നിന്റെ ബോസ് ആരാ? സാർ, ഇവിടെ ബോസ് എന്ന് പറയുന്ന ആരും ഇല്ല സാർ. ഹാൻഡ് ടു ഹാൻഡ് എക്സ്ചേഞ്ച് മാത്രമാണ്. ഇവൻ എന്നെ ഏൽപ്പിക്കും, ഞാൻ അത് കൊണ്ടുപോയി പുറത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അല്ലാതെ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല സാർ. അതെ സാർ, കോളേജ് ഹോസ്റ്റലും പബ്ബും ഒക്കെ കവർ ചെയ്യുന്നത് ഞാനാ. ജമ്പർ രവിയ മാർക്കറ്റും ബസ് സ്റ്റാൻഡും ഒക്കെ നോക്കുന്നത്. ചിരത്തെ ശങ്കര ബാറും പാൻ ഷോപ്പ് റെയിൽവേ ഒക്കെ നോക്കുന്നത്. കോപ്പർ ചന്ദ്രനാണ് ഔട്ട്സ്കർട്ട്സ് പാർട്ടിയും ഫോറിൻ കസ്റ്റമേഴ്സിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത്രയൊക്കെ എനിക്കറിയോ സാർ. നല്ല കുട്ടികൾ. വിശ്വ സാർ, നീ പിള്ളേർക്ക് ഒരു ചായ പറ. ഓ സാർ, സാർ എന്ന സിമ്മിൽ ഒരു കാൾ വന്നിരിക്കുന്നു. അയ്യോ. ഹലോ. ഹായ്. ഹായ്, അത് എന്റെ ഫോണ് ഉത്സവത്തിൽ വെച്ച് കളഞ്ഞു പോയായിരുന്നു. എന്നെ ഉത്സവത്തിന് കളഞ്ഞു പോയി. എന്ത്? അല്ലല്ല, എന്റെ ഫോണും ഉത്സവത്തിന് കളഞ്ഞു പോയിട്ടുണ്ട്. അതാ. എനിക്ക് എന്റെ ഫോണൊന്ന് കളക്ട് ചെയ്യണമായിരുന്നു. Can we meet? ഞാനിപ്പോ കുറച്ച് ബിസിയാണ്. നാളെ ഓക്കെ ആണോ? ആ ശരി, നാളെ രാവിലെ ഓക്കെ ആണോ? ഓക്കെ, നാളെ MG റോഡിൽ വന്നോളൂ. ഓക്കെ, ബൈ. വിശ്വ, ഇനി നാളെ വരെ കാത്തിരിക്കണല്ലേ. സാർ, ജമ്പർ രവി, കോപ്പർ ചന്ദ്രൻ, ചിരത്തെ ശങ്കർ, ഇവരുടെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടി. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിശ്വ, പറഞ്ഞോളൂ സാർ. ഇത്രയും നേരമായിട്ടും അവളുടെ ഒരു കോള് പോലും വന്നില്ലല്ലോ. ഹലോ സർ, ഞാൻ ഭാവനയാ. MG റോഡിലുണ്ട്. ആ, ഞാനും ഇവിടെ ഉണ്ടല്ലോ. ആ, നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ മുന്നില് സണ്ണി ലിയോണിനെ കാണുന്നുണ്ട്. ആണോ? എന്റെ കണ്ണിന്റെ മുമ്പില് സണ്ണി ലിയോൺ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. വരൂ സാർ. വരൂ സാർ. ഹലോ, നിങ്ങൾ സണ്ണി ലിയോണിനെ കണ്ടായിരുന്നോ? ഞാൻ എല്ലാ ദിവസം കാണാറുണ്ട്. ഷെയർ ഓൺ ചെയ്യ്, ഞാൻ അയച്ചു തരാം. ഹലോ, പോസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഓ, അവളുടെ പോസ്റ്റർ കണ്ടാലും വിടൂലല്ലേ? ഒന്ന് പോടോ. ഇവനെ പോലുള്ളവരാ സണ്ണി ലിയോണിന്റെ റേറ്റ് കൂട്ടുന്നത്. ഹായ്. 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 ഇൻസ്പെക്ടർ വിക്രം, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടാമത്തെ കോഹിനൂർ വജ്രം. എന്റെ ഫോൺ ഇതാ, എനിക്ക് പോണം. അയ്യേ, ഇതെന്താ ഇങ്ങനെ? ഞാൻ വിചാരിച്ചു മൊബൈല് തിരിച്ചു തന്നതിന് എന്നോട് നന്ദിയോ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ചതിന് എന്നോട് സോറിയോ ഒക്കെ പറയായിരിക്കുമെന്ന്. ഇതിപ്പോ ഒരുമാതിരി കുരങ്ങ് കളി പോലെ ആയല്ലോ. വാന്നേ, നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും ഓരോ കോഫിയൊക്കെ കുടിച്ച് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാലോ? എന്താ ഇത്? നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല, എന്നിട്ട് കോഫി കുടിക്കാൻ വിളിക്കുവാണോ? അത് ശരി, അതിനെന്തിനാ ചൂടാവുന്നേ? ഞാൻ കോഫി കുടിക്കാനല്ലേ ക്ഷണിച്ചത്, അല്ലാതെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കാനൊന്നുമല്ലല്ലോ. ശരി ശരി, എനിക്ക് ടൈം ആവുന്നു. എന്റെ ഫോൺ ഇതാ. ആ, ടൈം. നീ ടൈം എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഇന്നലെ രാവിലെ പരസ്പരം കണ്ടുമുട്ടിയത് കൃത്യം 11:46 ആയിരിക്കും. അതിന് ആയിരിക്കും എന്നല്ല, കൺഫേമാ. നിങ്ങളൊരു വൈറ്റ് ചുരിദാറാണ് ധരിച്ചിരുന്നത്. നെറ്റിയിൽ പൊട്ട്, കയ്യിൽ മൊബൈൽ, കണ്ണിൽ കാജൽ, ഒരു കൈയിൽ മാത്രം അണിഞ്ഞിരുന്ന വളകൾ, ഫേസിൽ നോ പിമ്പിൾ, മേക്കപ്പോ സിമ്പിൾ. നിങ്ങളുടെ മുന്നിൽ ഒരു മൊട്ടത്തലയൻ അമ്മാവനും ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നിങ്ങൾ. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നു. മാതൃഭാഷ എന്റെ സ്വത്താണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കും. മലയാള ഭാഷയുടെ സ്വത്താരാണെന്ന് അറിയാമോ? അതാണ് ഞങ്ങളുടെ ONV. താങ്ക്സ്. നിങ്ങൾ ഇത് എവിടുന്ന് എന്തിലേക്കാ കണക്ട് ചെയ്യുന്നേ? ദേ നോക്കിയേ, നമ്മളിപ്പോ ലവേഴ്സ് അല്ലേ? എന്തുവാ ലവേഴ്സാ? ആ. ഹലോ, ആർ യു ഇൻ യുവർ സെൻസ്? നമ്മളിപ്പോഴേ ലവേഴ്സ് ആയത്. നിന്നെ കണ്ടത് മുതൽ. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിക്കാലോ. ഒന്ന് ശരിയാക്കുന്നേ. ആ കുട്ടി, നമ്മൾ പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോ ചിലപ്പോ നീ ചോദിക്കും, വിക്രം, നമ്മൾ ആദ്യം കണ്ടപ്പോ ഞാൻ എന്ത് ഡ്രസ്സാ ധരിച്ചിരുന്നത്, ഏത് പൊട്ടാ വച്ചിരുന്നത്, കാലിലെ നെയിൽ പോളിഷിന്റെ കളർ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാ ഞാൻ ചിലപ്പം ബ്ലാങ്ക് ആയി പോവും. നീ അപ്പോ വിക്രം എന്നോട് അത്ര ഇഷ്ടമേ ഉള്ളൂ എന്ന് ചോദിച്ചെന്നെ വിട്ടുപോയാലോ? അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങള് മേക്കപ്പ് ചെയ്യുന്നതിലും ബ്രേക്കപ്പ് ചെയ്യുന്നതിലും ഒക്കെ ബെസ്റ്റ് ആണല്ലോ. സൂപ്പർ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. തനിക്കേ മുഴുത്ത വട്ടം. ആദ്യം എന്റെ ഫോൺ തിരികെ. വേറെ എല്ലാം പോയി, എഞ്ചിൻ മാത്രമേ ബാക്കിയുള്ളൂ. ദാ പിടിച്ചോ. ഇത് വെറും സിം കാർഡല്ല, എന്റെ ഹാർട്ടാണ്. സൂക്ഷിക്കണേ.
മാഡം ആ ഹാർട്ട് സൂക്ഷിക്കണേ. എന്താന്നറിയില്ല, എനിക്ക് അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. സാർ ഉം? ഇന്നലെ അല്ലേ അവളെ കണ്ടത്? ഇന്നലെയോ? ആ പക്ഷെ എനിക്കൊരു യുഗം കഴിഞ്ഞതുപോലെ തോന്നുക. അയ്യോ. ഇത് പിടിക്ക്, അവളെ ഒന്ന് വിളിച്ചോക്കട്ടെ, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടും. ഹലോ, ആരാത്? ഞാനാ ഇൻസ്പെക്ടർ വിക്രം. നിങ്ങളോ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടി? സിമ്മ തിരിച്ചു തന്നത് ഞാനല്ലേ? നിങ്ങൾ ഈ ആണുങ്ങളെ പെണ്ണുങ്ങളുടെ നമ്പർ വേണ്ടി എന്തിനെങ്ങനെ ചാവുന്നത്? തെറ്റ് ഞങ്ങളുടെ അല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അച്ഛനമ്മമാർ ആൺകുട്ടികളോട് പെൺകുട്ടികളെ പോലെ ഒന്നാം നമ്പർ എടുക്കുമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നമ്പർ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ കരുതി ഇപ്പോഴെങ്കിലും നമ്പർ എടുക്കാന്ന്. നിങ്ങൾ പഠിക്കുന്നതിൽ നമ്പർ 1, ഞങ്ങൾ ഓടുന്നതിൽ നമ്പർ 1. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. നിങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിച്ചത്. ഹലോ, പിന്നെ എന്റെ ലവ് പ്രപ്പോസലിനെ പറ്റി എന്താ ആലോചിച്ചു? എന്നെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? എല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രം സ്നേഹിക്കുന്ന ഒരാളല്ല ഞാൻ. ദാ ഇവിടെ ഒരു തോന്നലുണ്ടായ മാത്രം മതി, ലവ് തനിയെ സ്റ്റാർട്ട് ആയിക്കോളും. ഒരാളെ കണ്ടപാടെ എങ്ങനെയാ നിങ്ങൾക്ക് ലവ് ഉണ്ടാവുന്നത്? അയ്യോ മാഡം, ഇതെന്താ ഐസ്ക്രീം ആണോ ഫ്രിഡ്ജിൽ വെച്ച് വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ? ലവ് ഇത് പ്രേമക്കോട്ടയെ സർപ്രൈസ് അറ്റാക്ക് ചെയ്യുന്ന സ്വീറ്റ് എനിമിയാണ് ദ ലവ്. ആദ്യമൊക്കെ നിങ്ങൾ ലവിനെ സ്വീറ്റ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ചൂയിങ്ക കഴിച്ച ലാഘവത്തോടെ തുപ്പിക്കളയും. നിങ്ങൾ ആണുങ്ങൾക്കൊക്കെ ഇത് ആവശ്യം കഴിയുന്നവരേ ഉള്ളൂ. ഹലോ മാഡം, ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ തിരിച്ചെടുക്കണം. നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്നേഹം കല്യാണം കഴിയുന്നത് വരെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ആണുങ്ങളുടെ സ്നേഹം മരണം വരെ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി വെച്ചോ. കൂടുതൽ വാചകടിയൊന്നും വേണ്ട. നിങ്ങളുടെ പ്രേമം മരണം വരെയൊന്നും ഇല്ല. കാണാൻ കൊള്ളാവുന്ന വേറെ പെൺകുട്ടിയെ കാണുന്നവരെ ഉണ്ടാവും. ഞാൻ അത്രക്കാരനല്ലല്ലോ. അത് എത്രയ്ക്ക് സ്റ്റണ്ണിങ് ഗേളാണെന്ന് പറഞ്ഞാലും അത് കണ്ട് സ്റ്റൺ ആവുന്നവനല്ല ഈ ഞാൻ, അല്ലടാ? ഇവിടെ കാഞ്ചി മഠാധിപതിയുടെ ദേവസന്നിധാനം എവിടെയാണെന്നറിയുമോ? Sorry, first right, second left. Thank you. You are welcome. അവള് ഭയങ്കര സുന്ദരിയല്ലേ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ കല്യാണം കഴിച്ചൂടെ? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചല്ലോ. എത്ര പ്രാവശ്യം കഴിക്കും? വാട്ട്? അത് പിന്നെ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയത്തിന്റെ കോട്ടയിൽ വെച്ച് നിന്നെ കെട്ടിപ്പോയില്ലേ? പിന്നെ എങ്ങനെയാ കെട്ടുന്നതെന്നാ ചോദിച്ചത്. ഓ ജസ്റ്റ് ഷട്ട് അപ്പ്. നീ വായും പൊളിച്ച് എത്ര നേരം അവളെ നോക്കി നിന്നെന്നറിയാമോ നിനക്ക്? അതെ, താജ്മഹൽ കണ്ടാൽ നമ്മൾ പറയാറില്ലേ അത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എന്ന് കരുതി നമ്മൾ അവിടെ കയറി താമസിക്കോ? ഇല്ല. നമുക്ക് നമ്മുടെ വീടല്ലേ കൂടുതൽ ഇഷ്ടം. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്ക. ലവ് മീ പ്ലീസ്. നെവർ. സാർ അവള് വെറുതെ സാറിനെ കളിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പ്രണയങ്ങൾക്ക് ആയുസ്